വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. സോ ബേസിക്കലി ഈ മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് വേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെന്നം പോലുള്ള പ്ലാന്റ് നമുക്ക് അത് മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. സെന്ന അല്ലെങ്കിൽ ആലോവേറ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാലാവസ്ഥ, സ്പെസിഫിക് ആയ കണ്ടീഷൻ, സ്പെസിഫിക് ആയ വെള്ളം. ഇപ്പൊ നമ്മൾ റോസയ്ക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണോ നമ്മൾ വലിയൊരു മരത്തിന് മരുന്ന് ഒഴിക്കുക? അല്ല. വെള്ളം ഒഴിക്കുക? അല്ല അല്ലേ. അപ്പോൾ ഓരോന്നിന്റെയും ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ കളക്ഷനിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ കൾട്ടിവേഷനെ പറ്റി പറയാനുള്ളത് കേട്ടോ. സോ ബേസിക്കലി കൾട്ടിവേഷൻ അഡ്വാൻറ്റേജ് എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. നമുക്ക് ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ്, ബെറ്റർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സും മെഡിസിൻസും കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് കൺസിസ്റ്റന്റ് സപ്ലൈ. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കൾട്ടിവേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സപ്ലൈ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെറുതെ എന്താ പറയാ വഴി കാണുന്ന ചെടികളും അല്ലെങ്കിൽ വഴി കാണുന്ന മരങ്ങളും നമ്മൾ നട്ടു വെക്കോ? ഇല്ല അല്ലേ. ചില ആൾക്കാർ കൾട്ടിവേഷന് വേണ്ടി, അതിപ്പോൾ എക്സാമ്പിൾ അരി, ഗോതമ്പ് പോലെ നമുക്ക് മനുഷ്യന് ആവശ്യമായതോ അല്ലെങ്കിൽ രോഗം കുറയ്ക്കാനായി, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വസാക്ക ആയിക്കോട്ടെ, ആലോവേറ ആയിക്കോട്ടെ, മഞ്ഞളായിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിനെ മാത്രം എന്ത് ചെയ്യുക? കൾട്ടിവേറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ആണ്. സോ ബേസിക്കലി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടെക്നോളജികൾ നമുക്ക് ഈവൻ ദോ മ്യൂട്ടേഷൻ, ഹൈബ്രിഡൈസേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എന്താണ് മ്യൂട്ടേഷൻ, ഹൈബ്രിഡൈസേഷൻ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ദ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഹൈ കോസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ സ്പെസിഫിക് കണ്ടീഷൻസും എൻവയോൺമെന്റുകളും നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ചില ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്നാവും. ആൻഡ് എക്കോളജിക്കൽ ഇംബാലൻസ്. നമുക്കിപ്പോൾ വിചാരിക്കുവാണ് ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നാച്ചുറൽ എക്കോസിസ്റ്റത്തിലായിരിക്കും നമ്മൾ പ്ലാന്റ് വളർത്തിയെടുക്കണം എന്ന് വിചാരിച്ചാൽ ചില സമയം നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ കൂടെയുള്ള മരങ്ങളെയൊക്കെ മുറിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ടാകാം. ആൻഡ് ലിമിറ്റഡ് ബെനിഫിറ്റ്സ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചല്ല കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു. സോ എക്കണോമിക്കലി പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് മാത്രമേ ഉപയോഗം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ലിമിറ്റഡ് ബെനിഫിറ്റ്സ് മാത്രമേ നമുക്ക് അതിനുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആണ്. സോ ബേസിക്കലി പല പ്ലാന്റ്സുകൾക്കും പല ഓൾട്ടിറ്റ്യൂഡിലാണ്, അതായത് മീറ്റർ എത്രത്തോളം പൊക്കത്തിൽ എന്നുള്ള രീതിയിലാണ് വളരെ ഉണ്ടാവുക. അതിന് 2-3 ഓൾട്ടിറ്റ്യൂഡ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ പറ്റുന്ന 2-3 ഓൾട്ടിറ്റ്യൂഡ്സ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ടീയുടെയും കോഫിയുടെയും പഠിക്കൂ. അപ്പൊ ഇച്ചിടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഒന്ന് 1500, ഒന്ന് 2000 ആണ്. ഒരു 1000 വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സെയിം ആയിട്ട് ഇപ്പൊ സിങ്കോണയും ക്യാംഫറും ഏകദേശം 1000-1500 ആണ്. അപ്പൊ അതുപോലെ ഏറ്റവും എളുപ്പമുള്ളതെന്ന് പഠിച്ചു വെച്ചാലും മതി. ഇപ്പം 1000 to 1500 പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 1000 മാത്രം പഠിച്ചാലും മതി. ഇവിടെയും 1000 പഠിക്കുക, ഇവിടെയും 1000 പഠിക്കുക, അങ്ങനെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൾട്ടിവേഷൻ, ബേസിക്കലി മെഡിസിനൽ പ്ലാന്റിന്റെ കൾട്ടിവേഷന് ഒരുപാട് തരത്തിൽ എഫക്ട് ചെയ്യാറുണ്ട്. അത് അതിന്റെ ഗ്രോത്ത് ആയിക്കോട്ടെ, അതിന്റെ മെറ്റബോളിക് പ്രൊഡക്ഷൻസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് പല തരത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ചെറിയൊരു ബ്രീഫ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ഇച്ചിരി വലുതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, റെഫറൻസ് നോട്ടിൽ പറയുന്നുണ്ട്. ഇതൊന്ന് കേട്ടത് അങ്ങോട്ടേക്കൊന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ടെമ്പറേച്ചർ റിക്വയർമെന്റ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ പ്ലാന്റിനും ഒരു ടെമ്പറേച്ചർ വേണോ? ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ റോസയിൽ കിട്ടുന്നത് പോലെയുള്ള വെയിലാണോ ഒരു വാഴയ്ക്ക് വേണ്ടത്? അപ്പൊ വാഴ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വെയിലൊക്കെ വേണം അല്ലേ. അല്ലെങ്കിൽ റോസയ്ക്ക് അത്രയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നും മതി. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇൻഡോർ പ്ലാന്റ്സ് അത്രയൊന്നും വെയിലൊന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അല്ലേ. അപ്പൊ അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാന്റുകൾക്ക് പലതരത്തിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുള്ളൂ? ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ ബേസിക്കലി സിങ്കോണ ആണെങ്കിൽ 60 മുതൽ 75 ഡിഗ്രി ഫാരൻഹൈറ്റ്, അങ്ങനെ കോഫി, ടീ, കാർഡമം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ 2-3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മിക്കവാറും ചോദിക്കേണ്ടാവും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കേണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതണം. ടെമ്പറേച്ചർ ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് എന്ന് എഴുതേണ്ടി വരും. സോ നെക്സ്റ്റ് വൺ ഈസ് റെയിൻഫോൾ ആൻഡ് വാട്ടർ റിക്വയർമെന്റ് ആണ്. ഇപ്പോൾ എല്ലാ പ്ലാന്റിനും ഒരേപോലെ അല്ല വെള്ളം വേണ്ടത്, അല്ലെങ്കിൽ എല്ലാ പ്ലാന്റിനും ഒരേപോലെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം ചില പ്ലാന്റ്
പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ ചില സ്പീഷീസുകൾക്ക് കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ കുറേ വെള്ളം വേണം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെറോഫൈറ്റിക് പ്ലാന്റ്, അതായത് ഇപ്പൊ ആലോവേറ പോലെയുള്ള സെറോഫൈറ്റിക് പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം മതിയായിരിക്കും, അധികം ഒന്നും വേണ്ടി വരില്ല. പിന്നെ ചില പ്ലാന്റുകൾക്കാണെങ്കിൽ എക്സസീവ് ആയിട്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ വെള്ളം കൂടുമ്പോൾ എന്ത് സംഭവിക്കുക, വെള്ളം കൂടി കഴിയുമ്പോൾ ചീത്തയായി പോകും. അതിനകത്തുള്ള മെറ്റബോളൈറ്റ്സ്, നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കമ്പോണൻസുകൾ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ എക്സാമ്പിൾ അതിനകത്തുള്ള കമ്പോണൻസ് വാട്ടർ സോലുബിൾ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഒരുപാട് വെള്ളം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ കൂടെ സോലുബിളൈസ് ചെയ്തങ്ങ് പോകുന്നു, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു, അല്ലെ ഡിറ്റ്യൂറേഷൻ ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എഴുതാം ഡിറ്റ്യൂറേഷൻ ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഡ്യൂ ടു ലീച്ചിങ് ഓഫ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡിറ്റ്യൂറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് വിച്ച് പ്രസന്റ് ഇൻ ദി പ്ലാന്റ് എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാന്നുള്ളതാണ്. സോ വെൽ വാട്ടർഡ് പ്ലാന്റ് ഉണ്ട്, ബ്രൗട്ട് റെസിഡന്റ് പ്ലാന്റ് ഉണ്ട്, ഓവർ വാട്ടർ പ്ലാന്റ് ഉണ്ട്. സോ എന്താ വെൽ വാട്ടർ പ്ലാന്റ്, അത് ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വെള്ളം കൊടുത്താൽ മതി, അതിന്റെ ഗ്രോത്തുകളും ഒക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രൗട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ് ആണ്. റെസിസ്റ്റന്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് അധികം വെള്ളമൊന്നും വേണ്ട, അല്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം മതി എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ആണ് ഡ്രൗട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓവർ വാട്ട് പ്ലാന്റ് ആണ്. എക്സസീവ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള വെള്ളം ചില സമയത്തിന് വേണ്ടി വരാം. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എക്സസീവ് വാട്ടർ ക്യാൻ ലീഡ് ടു റെഡ്യൂസ് മെറ്റബോളിക് പ്രൊഡക്ഷൻ ആൻഡ് പ്ലാന്റ് സ്ട്രെസ്. സോ ചില പ്ലാന്റുകൾക്ക്, എല്ലാ പ്ലാന്റും അല്ല, ചില പ്ലാന്റുകൾക്ക് നമ്മൾ എക്സസീവ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മെറ്റബോളൈറ്റ് നമുക്ക് കിട്ടേണ്ട മെറ്റബോളൈറ്റ്സ്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ആൽക്കലോയിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാനൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഈ മെറ്റബോളൈറ്റ്സ് നമുക്ക് ആവശ്യമാണ്. ഈ ആൽക്കലോയിഡ്സ് വെച്ച് നമ്മൾ ചില അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആൽക്കലോയിഡ്സ് വേണം എന്നുണ്ടെങ്കിൽ അധികം വെള്ളം ആ പ്ലാന്റിന് കൊടുക്കാൻ പാടില്ല, കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഡേ ലെങ്ത് ആൻഡ് ലൈറ്റ് ഇന്റൻസിറ്റി ആണ്. സോ ചില സമയങ്ങളിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മതിയായിരിക്കും, ചിലത് കൂടുതൽ വേണമായിരിക്കും. സോ പറയാൻ പോകുന്നത് ലോങ് ഡേ കണ്ടീഷന്റെ കേസാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ പെപ്പർമിന്റ് പോലുള്ള പ്ലാന്റുകൾ ലോങ് ഡേ കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റബോളൈറ്റ്സ് കൂടുതൽ കാണിക്കും. സോ മെറ്റബോളൈറ്റ്സ് ഇതൊക്കെയാണ്, മെന്തോണും ഉണ്ട്, മെത്തോളും ഉണ്ട്. സോ ഈ മെന്തോണും മെത്തോളും ഒക്കെ എന്ത് ചെയ്യുന്നു, കുറേ അതിൽ വരും എന്നുള്ളതാണ് ലോങ് ഡേ കണ്ടീഷൻ ആണെന്നെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് ഡേ കണ്ടീഷൻ ആണ്. ചില പ്ലാന്റ്സുകൾക്ക് എന്ത് ചെയ്യുന്നു, മറ്റതുപോലെ അത്രയും വേണ്ട, ഒരു ഷോർട്ട് ഡേ കണ്ടീഷൻ മതിയായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെത്തോഫ്യൂറാൻ പോലുള്ള പ്ലാന്റ്സുകളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ് ഇന്റൻസിറ്റി ആണ്. അതായത് ഡേ ലൈറ്റ് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആൽക്കലോയിഡ്സിന്റെ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ കൂടും. അതായത് ബെല്ലാഡോണ, സ്ട്രമോണിയം, സിങ്കോണ പോലുള്ള പ്ലാന്റ്സിന്റെ എന്ത് ചെയ്യുന്നു, ആൽക്കലോയിഡൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കൂടുന്നു അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ദിസ് ഈസ് കോൾഡ് എസ് ഡേ ലൈറ്റ് ആൻഡ് ലൈറ്റ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചെടികൾക്കും എല്ലാ തരത്തിലുള്ള സോയിലിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. സോ സോയിലുകൾക്കും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില സോയിലിൽ അധികം മിനറൽസ് ഉണ്ടായിരിക്കും, ചില സോയിലിൽ അധികം മിനറൽസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അങ്ങനെ ഒരുപാട് കമ്പോണൻസും അല്ലെങ്കിൽ ക്യാരക്ടർ ഡിഫറൻസും ഉള്ള ഇതുണ്ട് കേട്ടോ. സോ ബേസിക്കലി ഫസ്റ്റ് വൺ ഈസ് ക്ലേ ആണ്. സോ ഫൈൻ പാർട്ടിക്കിൾ ഹൈ വാട്ടർ റിട്ടൻഷൻ ആണ്. സോ ക്ലേക്ക് എന്താണ്, വളരെ കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്, വെള്ളം ഒരുപാട് നിൽക്കും. ഇപ്പോൾ ക്ലേ ഒക്കെ നിങ്ങൾ ചേർക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സിൽട്ട് ആണ്. മീഡിയം പാർട്ടിക്കിൾ മോഡറേറ്റ് വാട്ടർ റിട്ടൻഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സാൻഡ് ആണ്. ലാർജ് പാർട്ടിക്കിൾസ് ആണ്, ലോ വാട്ടർ റിട്ടൻഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രേവൽ ആണ്. അറിയാലോ, ചല്ലി എന്നൊക്കെ പറയില്ലേ, കല്ലൊക്കെ ഇല്ലേ, അത് തന്നെയാണ്. വെരി ലോ ലാർജ് പാർട്ടിക്കിൾസ് ആണ്, വെരി ലോ വാട്ടർ റിട്ടൻഷൻ ആണ്. സോ ഇതെല്ലാം ക്യാരക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ സോയിലിന്റെ ക്യാരക്ടർ പറയൂ അല്ലെങ്കിൽ ടെമ്പറേച്ചർ പറയൂ അങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല. ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അതിന് പ്രശ്നമില്ല. മിക്കവാറും 5 മാർക്കിനൊക്കെ ചോദിക്കണ്ടാവുള്ളൂ, അധികം ചോദിക്കില്ല. മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക അതിന്റെ ഒരു കൾട്ടിവേഷന് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് വൺ സോയിൽ ക്ലാസിഫിക്കേഷൻ PH ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു 4-5 പഠിച്ചു വെക്കുക. ബേസിക്കലി PH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റും, ചില പ്ലാന്റുകൾക്ക് അസിഡിക് PH ഉള്ള സോയിൽ വേണ്ടി വരും, ചില പ്ലാന്റുകൾക്ക് ബേസിക് PH ഉള്ള പ്ലാന്റ്, ബേസിക് സോയിൽ ഉള്ള പ്ലാന്റ് വേണ്ടി വരും. സോ അപ്പോൾ ഓരോ പ്ലാന്റുകൾക്കും പല തരത്തിലായിരിക്കും അതിന്റെ സോയിലിന്റെ കണ്ടീഷൻ വേണ്ടത്. അപ്പം ചിലതിൽ എന്താ നൈട്രജൻ റിച്ച് സോയിൽ വേണ്ടി വരും, ആൽക്കൽ പ്രൊഡക്ഷൻ ഒക്കെ സെർട്ടൻ പ്ലാന്റ്സുകളിൽ. അപ്പം PH എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെയാണ്. സോ നെക്സ്റ്റ് വൺ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇപ്പം നമുക്കറിയാം, എല്ലാ പ്ലാന്റുകൾക്കും എല്ലാ ഫെർട്ടൈലും അല്ലെങ്കിൽ എല്ലാ ഫെർട്ടിലൈസേഴ്സും വേണം എന്ന് ഇല്ല എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഓർഗാനിക് മാറ്റേഴ്സ് ആണ്. എന്താ ഓർഗാനിക് മാറ്റർ? കമ്പോസ്റ്റ് ആൻഡ് മാനുവർ ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ന്യൂട്രിയൻ കണ്ടന്റ്. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ചില പ്ലാന്റുകൾക്ക് നമ്മൾ കമ്പോസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ സ്ട്രക്ചർ മാറുകയും ഇംപ്രൂവ് ആവുകയും അങ്ങനെ ന്യൂട്രിയൻ കണ്ടന്റ് കൂടുകയും ചെയ്യുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ചില ബാക്ടീരിയാസും ഫംഗസും ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ നൈട്രജനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക അല്ല, അപ്പോൾ അങ്ങനെയൊക്കെ. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. എല്ലാ പ്ലാന്റുകൾക്കും എല്ലാ തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും വേണമെന്നില്ല, പക്ഷേ അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് ഒപ്റ്റിമൽ ആക്കാനും ന്യൂട്രിയൻ വാല്യൂ, ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ക്രോപ്പ് റൊട്ടേഷൻ ആണ്. സോ ക്രോപ്പ് റൊട്ടേഷൻ വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഇന്നൊരു കൃഷി നടത്തി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ കൃഷി നമ്മൾ സെയിം ചെയ്യില്ല, പകരം നമ്മൾ കൃഷി മാറ്റിപ്പിടിക്കുന്ന രീതിയാണ്. സോ ഇത് നമ്മൾ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയും പിന്നെ ന്യൂട്രിയൻ്റെ ഡിപ്ലീഷൻ, ന്യൂട്രിയൻസിൻ്റെ അളവ് മണ്ണിൽ കുറയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയാം. സോ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ, നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചൊക്കെ ഉണ്ടായിരിക്കും ക്രോപ്പ് റൊട്ടേഷൻ എന്താണ് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ ന്യൂട്രിയൻ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആണ്. സോ പ്രൈമറി സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ പ്രൈമറി നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. സോ സെക്കൻഡറി ആണെങ്കിൽ മെഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻ കോപ്പർ, മെഗ്നീസ്, അയൺ, ബോറോൺ, മോൾബിഡോൺ ആൻഡ് സിങ്ക് ആണ്. സോ 2 3 ഒക്കെ പഠിക്കുക. മാക്സിമം ഒരു 2 പഠിച്ച് ഇങ്ങനെ തന്നെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ എന്താ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പറഞ്ഞല്ലേ അവിടെ വെച്ചിട്ട്, പക്ഷെ എന്തൊക്കെ തരത്തിലാണ് ഫെർട്ടിലൈസേഴ്സ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല. ദ ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതായത് ഇത് ബേസിക്കലി പേര് പറയുന്ന പോലെ തന്നെ കെമിക്കൽ തന്നെയാണ്. സോ ചില സമയങ്ങളിൽ ചില ന്യൂട്രിയൻസ് ചില റേഷ്യോയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, പക്ഷെ ഓവറായിട്ട് കൊടുത്തെന്ത് ചെയ്യുന്നു, നമുക്ക് പണി കിട്ടും. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് മാനുവർ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഓയിൽ കേക്ക്, ആനിമൽ മാനുവർ, ഇപ്പോൾ ചാണകമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പിണ്ണാക്കെന്നൊക്കെ പറയില്ലേ, മറ്റേ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സോയിലിൻ്റെ സ്ട്രക്ചർ കൂട്ടുകയും പയ്യെ ന്യൂട്രിയൻസ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗാനിക് മാനുവർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ബയോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സയൻസ് ഉണ്ട് അല്ലേ, ദാറ്റ് മീൻസ് മൈക്രോ ഓർഗാനിസം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. സോ ബേസിക്കലി അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ റൈസോബിയം, അസറ്റോബാക്ടർ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പക്ഷേ ഇതിനെല്ലാം നമുക്കെല്ലാം ഒപ്റ്റിമൽ ആയിരിക്കണം. ഏത് കൂടുതൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ വെള്ളം കൂടിയാലും അല്ലെങ്കിൽ pH കൂടിയാലും ഫെർട്ടിലൈസേഴ്സ് കൂട്ടിയാലും എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രശ്നം തന്നെ ആവുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കോമൺ പെസ്റ്റ് ആൻഡ് ഡിസീസ് ആണ്. നമുക്ക് കോമൺലി എന്തൊക്കെ തരത്തിലാണ് പെസ്റ്റുകളും ഡിസീസുകളും നമുക്ക് നോർമലി വരിക എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് മൈക്രോബ്സ് ആണ്. സോ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മുടെ ഈ ചെടീൻ്റെയൊക്കെ റൂട്ടിനെയൊക്കെ നശിപ്പിച്ച് വേണമെങ്കിൽ കളയാം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ മൊസൈക്ക് വൈറസ് നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, മൊസൈക്ക് വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് വൺ ഇൻസെക്ട് ആണ്. ആൻഡ്, ബോസ്, ലീഫ് ഹോപ്പേഴ്സ്. ഇപ്പം ഈ ചില സമയങ്ങളിൽ ഈ ആൻഡൊക്കെ വന്നിട്ട് തേൻ കുടിക്കാനൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക, പക്ഷെ അതൊക്കെ പൂവൊക്കെ കടിച്ച് പറിച്ച് കളയും കേട്ടോ. ഈ പയറിൻ്റെ ഒക്കെ കടിച്ച് കളഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് നോൺ ഇൻസെക്ട് പെസ്റ്റിസൈഡ് ആണ്. സോ വേർട്ടിബ്രേറ്റ്, ഇപ്പം മങ്കി, ഫ്രാറ്റ് ഒക്കെ ഉണ്ടാവില്ല. ഈ ചില സമയത്ത് പെരിച്ചാഴിയില്ല, വലിയ എലിയൊക്കെ ഇല്ല, അതൊക്കെ വന്ന് കയറിയൊക്കെ കടിച്ച് പറിച്ചുകൊണ്ട് പോകാൻ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, അത് തന്നെ. സോ നെക്സ്റ്റ് വൺ ഇസ് വീഡ്സ് ആണ്. കളകൾ എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം അത് ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഈ കളകളൊക്കെ വലിച്ചെടുത്തിട്ട് അത് നല്ലപോലെ വളർന്ന് ജീവിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോവാണ് ചെയ്യേണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഇസ് പെസ്റ്റ് കൺട്രോൾ സ്ട്രാറ്റജീസ് ആണ്. പെസ്റ്റ് വന്നു, ഇനി പെസ്റ്റ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് കെമിക്കൽ കൺട്രോൾ ആണ്. ലൈക്ക് ഫംഗിസൈഡ്സോ ഹെർബിസൈഡ്സോ ഒക്കെ നമുക്ക് ഏത് ചെടിക്കാണ് പ്രശ്നം വന്നത് അത് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് എഗെയിൻസ്റ്റ് കൊടുത്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. 2 ബയോളജിക്കൽ കൺട്രോൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ തവളയുണ്ടെങ്കിൽ പാമ്പിനെ വളർത്തുക. ഞാൻ പാമ്പിനെ വളർത്തണം എന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. തവള കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്താണ്, കിളികളൊക്കെ വന്ന് അധികമായിട്ട് കുത്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നാച്ചുറലി പ്രഡേറ്റേഴ്സ് എന്താണ് വരിക, അല്ലെങ്കിൽ നാച്ചുറലി ഒരു പെസ്റ്റ് കൺട്രോൾ എന്താണ് വരിക എന്ന് നോക്കി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൾച്ചർ പ്രാക്ടീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ക്രോപ്പ് റൊട്ടേഷൻ, ഇപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം മാത്രം വളർത്തുമ്പം അതിനറിയാം, അല്ലെങ്കിൽ ഈ വലിയ വലിയ എലികൾക്കും മങ്കികൾക്കും അറിയാം നമുക്ക് ഇവിടെ ചെന്നസ് കിട്ടുന്നു, പക്ഷേ ക്രോപ്പ് റൊട്ടേറ്റീവ് ആണ്, അറിയുണ്ടാവോ ഇല്ല അല്ലേ. അപ്പം കൂടുതലായിട്ട് മൃഗങ്ങൾ വരുന്നത് നമുക്ക് കുറഞ്ഞു കിട്ടും. ആൻഡ് ജനറ്റിക് മാനിപ്പുലേഷൻ ആണ്. സോ ബേസിക്കലി ഓൾറെഡി പ്ലാന്റ്സുകളെ തന്നെ അതിൻ്റെ ബയോളജിക്കലി അല്ലെങ്കിൽ ജനറ്റിക്കലി റെസിസ്റ്റൻ്റ് ആക്കും ചില പെറ്റ്സിനോട്. ഇപ്പോൾ എക്സാമ്പിൾ
എന്താ പറയുക, ഈ ചില പ്ലാന്റിന്റെ ഇല വന്ന് കഴിക്കുന്നു. പക്ഷെ നമുക്ക് ഇലയല്ല വേണ്ട, നമുക്ക് ഫ്രൂട്ടാണ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജനറ്റിക് മോഡിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ആ ഇലയ്ക്ക് ഒരു ബിറ്റർ ടേസ്റ്റ് കൊടുക്കുന്നു. സോ ബിറ്റർ ടേസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കടിക്കുമോ? ഇല്ല അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി കൺക്ലൂഷനാണ് പറയുന്നത്. സോ ഒപ്റ്റിമൽ കൾട്ടിവേഷൻ നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ബിക്കോസ് ഒപ്റ്റിമൽ കൾട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ആയാലും ആ ഒരു സസ്റ്റൈനബിലിറ്റി ആയാലും അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. സോ സിമ്പിളാണ്, ഒന്നുമില്ല. ഞാൻ എന്താ പറഞ്ഞത്, ആകെപ്പാടെ ഒന്നും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ആൾട്ടിറ്റ്യൂഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡിഫറെന്റ് ആൾട്ടിറ്റ്യൂഡ് അത്യാവശ്യമാണ്. ടെമ്പറേച്ചർ റിക്വയർമെന്റ് പറഞ്ഞു. റെയിൻഫോൾ വാട്ടർ പറഞ്ഞു. ഡേ ലൈറ്റും ലൈറ്റ് ഇന്റൻസിറ്റിയും പറഞ്ഞു. സോയിൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു. സോ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു PHും പറഞ്ഞു. പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, പിന്നെ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. സോ ഈ ഒരു കോളം നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ മറന്നു പോകരുത്. സോ ടൈപ്പ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വേണമെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. സോ കോമൺ പെസ്റ്റ് കൺട്രോൾ സ്ട്രാറ്റജീസ് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് റെഫറൻസ് നോട്ട് വായിക്കാമെങ്കിൽ ഇച്ചിരി കൂടെ കിട്ടും കേട്ടോ, ഒരു ഐഡിയ ഇത് കൂടെ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. റെഫറൻസ് കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫുൾ ക്ലിയർ ഓഫ് ഐഡിയ കിട്ടും. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.